വേദമില്ലാതാകുന്ന ഒരു കാലം വന്നേക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു. എല്ലാവരും വേദം പഠിക്കുന്ന ഒരു കാലത്തെക്കുറിച്ച് സ്വപ്നം കണ്ടിരുന്നു. ഋഷിമാർ ആചരിച്ചിരുന്ന യജ്ഞയാഗാദികൾ സാധാരണക്കാർ ചെയ്യുന്നത് കാണുവാൻ ഭാരതാംബയ്ക്ക് വീണ്ടും അവസരമുണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. ആചാര്യ എം.ആർ. രാജേഷിന്റെ പ്രവർത്തനങ്ങൾ എന്റെ എല്ലാ ആശങ്കകളെയും അകറ്റുകയും സ്വപ്നങ്ങളെയും പ്രാർത്ഥനകളെയും സഫലമാക്കുകയും ചെയ്തിരിക്കുന്നു. പത്മശ്രീ അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഒരു യുഗം പിറക്കുകയായിരുന്നു. 2003 ഏതോ ചരിത്ര നിയോഗമെന്ന പോലെ പാരമ്പര്യ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ആചാര്യ ശ്രീ രാജേഷ് ജാതി ലിംഗ മതഭേദമന്യേ ഏവരെയും വേദം പഠിപ്പിക്കുന്നതിന് ഒരു പാഠശാല തുടങ്ങി. കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിയിലെ ഒരു ഓലക്കുടിലിൽ ജൈമിനി മഹർഷിയുടെയും വൈശമ്പായനന്റെയുമെല്ലാം പൈതൃകത്തെ ഒരു കൈത്തിരിയിൽ എന്ന പോലെ ആചാര്യശ്രീ ആയിരങ്ങൾക്ക് പകർന്നുകൊടുത്തു. 14 വർഷം കൊണ്ട് ഒരു മഹാപ്രസ്ഥാനമായി അത് പടർന്നു പന്തലിച്ചു. അതാണ് കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കാശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷൻ. കൃഷ്ണദ്വൈപായന വ്യാസന്റെ പുനരവതാരമെന്ന മട്ടിൽ ആദിശങ്കരന്റെ നാട്ടിൽ നിന്ന് ഒരു നമ്പൂതിരി കുടുംബത്തിൽ നിന്ന് മൂലം നക്ഷത്രത്തിൽ ആചാര്യശ്രീ പിറന്നു വീണു. അതെ, 1000 ആണ്ടുകൾക്കു ശേഷം ഭാരതത്തിൽ വേദ നവോത്ഥാനത്തിന് തിരികൊളുത്തിയ മഹർഷി ദയാനന്ദന്റെ അതേ നക്ഷത്രത്തിൽ. നിലയ്ക്കാത്ത അക്ഷീണമായ പ്രവർത്തനത്തിന്റെ ഫലമായി യാഗയജ്ഞ സംസ്കാരത്തിന്റെ യഥാർത്ഥമായ വർണ്ണക്കാഴ്ച പുനരാവിഷ്കരിക്കപ്പെട്ടു. ഋഷി ജൈമിനിയുടെയും കുമാരിലഭട്ടന്റെയും കാഴ്ചപ്പാടുകൾ ആചാര്യശ്രീ സാധാരണക്കാരിൽ സാധാരണക്കാരിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചു. നാളിതുവരെ തങ്ങൾ കേട്ടിട്ടോ കണ്ടിട്ടോ ഇല്ലാത്ത അനേകം വേദമന്ത്രങ്ങൾ സാധാരണക്കാർക്ക് പഠിപ്പിച്ചുകൊടുത്തു. സ്വന്തമായി ആചാരങ്ങളോ അടിസ്ഥാന ഗ്രന്ഥമോ ഇല്ലെന്ന് കരുതിപ്പോന്ന ലക്ഷോപലക്ഷം ജനതതിക്ക് അതെല്ലാം തങ്ങൾക്കുണ്ടെന്ന് ബോധ്യപ്പെടുത്തിക്കൊടുക്കുവാൻ ആചാര്യശ്രീക്കും അദ്ദേഹം സ്ഥാപിച്ച കാശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷനും സാധിച്ചു. കേരളത്തിലുടനീളവും വിദേശങ്ങളിലും ഇന്ന് കാശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷന്റെ ക്ലാസുകൾ നടക്കുന്നു. ഭാരതത്തിന്റെ പഠനം എന്ന് പറയുന്നത് കസാരയിൽ ഇരുന്നു കൊണ്ട് ഉണ്ടാക്കിയ ഒരു പഠനമല്ല. അത് ആരണ്യകങ്ങളിൽ മനുഷ്യന്റെ മനസ്സിനെ ഒരു പരീക്ഷണശാലയാക്കിക്കൊണ്ട് ചെയ്തിട്ടുള്ളതാണ്. മനുഷ്യ മനസ്സിനെ പരീക്ഷണശാലയാക്കുകയും ബുദ്ധിയെ പാകപ്പെടുത്തുകയെടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയെയാണ് ആധ്യാത്മികത എന്ന് വിളിക്കുന്നത്. ഹിന്ദു സമുദായത്തെ സംബന്ധിച്ചിടത്തോളം, വൈദിക ധർമാനുയായികളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവരുടെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് പോലും അവർക്കറിയില്ല. അപ്പോൾ ബ്രഹ്മചാരിയെയും വാനപ്രസ്ഥാശ്രമികളെയും സന്യാസികളെയും നോക്കേണ്ട ഗൃഹസ്ഥൻ ഒന്നും വേണ്ട എന്ന് വെച്ചാൽ ഈ ബാക്കി 3 ആശ്രമങ്ങൾ എങ്ങനെ നിലനിൽക്കും? അദ്ദേഹത്തിന്റെ ഓരോ പ്രഭാഷണങ്ങളും കേൾക്കാൻ ആയിരങ്ങൾ ഒഴുകിയെത്തി. വേദം പഠിക്കുന്നുവെന്ന അഭിമാനത്തോടെ പറയാൻ ഒരു തട്ടകമുണ്ടായി. ഹിന്ദുധർമ്മ പഠനവും വേദപഠനവും തുടങ്ങുന്നവർക്ക് കേരളത്തിലെ എന്നല്ല, ഭാരതത്തിലെ തന്നെ പ്രമുഖ സ്ഥാപനമായി കാശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷൻ. ദാനത്തിന്റെ മഹത്വം ഇതുവരെ ആരും പഠിപ്പിച്ചിട്ടില്ലാത്ത ഹിന്ദു സമൂഹത്തെ അത് പഠിപ്പിക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങളിലും കാശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷൻ മുഴുകി. സൗജന്യ പെൻഷൻ പദ്ധതികളും സൗജന്യ പാർപ്പിട പദ്ധതിയും ആവിഷ്കരിച്ചു. വിശേഷ ദിവസങ്ങളിൽ അട്ടപ്പാടി പോലുള്ള പിന്നാക്ക മേഖലയിലുൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾക്ക് സൗജന്യമായി അരിയും വസ്ത്രവും നൽകിപ്പോന്നു.
കോഴിക്കോട് നഗരത്തിലെ നിരാലംബർക്കും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രോഗികൾക്കും ഉച്ചഭക്ഷണമായി 100 കണക്കിന് ഭക്ഷണപ്പൊതികൾ ഇന്നും മുടങ്ങാതെ വിതരണം ചെയ്തുവരുന്നു. തന്റെ 1000കണക്കിന് വരുന്ന ശിഷ്യരെ അണിനിരത്തി ആചാര്യശ്രീ സമൂഹ അഗ്നിഹോത്ര യജ്ഞങ്ങൾ നിരവധിയിടങ്ങളിൽ സംഘടിപ്പിച്ചു. ജാതിയില്ലാതെ 2014 ഫെബ്രുവരിയിൽ കോഴിക്കോട് സോമയാഗം സംഘടിപ്പിച്ചു. 13.5 ലക്ഷത്തോളം ആളുകളാണ് കോഴിക്കോട് സോമയാഗത്തിൽ പങ്കെടുത്തത്. ആറര ലക്ഷത്തോളം പേർക്ക് സ്വന്തമായി ജൈവ കൃഷി ചെയ്തുണ്ടാക്കിയ വിഷം തീണ്ടാത്ത അന്നം നൽകാൻ സോമയാഗത്തിനാണ്. ഏപ്രിലിൽ കോഴിക്കോട് പ്രജ്ഞാനം ബ്രഹ്മ എന്ന പേരിൽ ആചാര്യശ്രീയുടെ നേതൃത്വത്തിൽ ഒരു മഹാസംഗമം നടന്നു. വേദിയിൽ വച്ച് ജാതി ലിംഗ മതഭേദമന്യേ വേദം എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് ജനസാഗരത്തെ സാക്ഷിയാക്കിക്കൊണ്ട് ചരിത്രപ്രധാനമായ വേദാധികാര വിളംബരം ആചാര്യശ്രീ ചെയ്തു. വേദാധികാര വിളംബരം ആർഷ ഭാരതത്തിന്റെ അന്തരാത്മാവ് തപസ്സാണ്. തന്നിൽ നിർലീനമായ ഈശ്വരന്റെ അപാര മഹിമയെ ദർശിക്കുന്നതിനാണ് തപസ്. അറിവിലൂടെയാണ് തപസ് ലക്ഷ്യം കാണുന്നത്. വെള്ളം, വെളിച്ചം, വായു, മണ്ണ്, തീ എന്നിവയിൽ സർവർക്കും ഒരുപോലെ അവകാശമുള്ളതുപോലെ ഈശ്വരനിലും ഈശ്വരീയ ജ്ഞാനമായ വേദങ്ങളിലും ഏവർക്കും സമാനമായ അവകാശമുണ്ട്. ജ്ഞാനതപസ്സിനാൽ ബ്രഹ്മജ്ഞാനം നേടാനുള്ള സർവരുടെയും അവകാശത്തെ ഉൾക്കൊണ്ട് സർവരെയും വേദം പഠിപ്പിക്കണമെന്നും അത് പ്രചരിപ്പിക്കണമെന്നും ഈശ്വരനെ സാക്ഷി നിർത്തി പശ്ചിമ സമുദ്ര തടത്തിൽ വെച്ച് പ്രഖ്യാപിക്കുന്നു. നമസ്തേ. തന്റെ അടുത്ത് വേദജ്ഞാനത്തിനു വേണ്ടി എത്തിയ ഏറ്റവും എളിയവരെ പോലും ആചാര്യസമാനം വളർത്തിയെടുക്കുവാൻ പ്രയത്നിച്ച ആചാര്യശ്രീ ഇപ്പോൾ പുതിയൊരു ദൌത്യം ഏറ്റെടുത്തിരിക്കുകയാണ്. ഹിന്ദുധർമ്മത്തിന്റെ സമസ്ത ഭാഗങ്ങളെയും ക്രമത്തിൽ പഠിപ്പിക്കാൻ കെൽപ്പുള്ള 25 ആചാര്യന്മാരെ പ്രതിവർഷം വാർത്തെടുക്കുക എന്നതാണ് ആചാര്യശ്രീയുടെ പുതിയ ദൌത്യം. സാമൂഹ്യശാസ്ത്രം, വിവിധ ഭാഷകൾ എന്നിവയോടൊപ്പം വേദം മുതൽ വേദാന്തം വരെ വ്യാപിച്ചിരിക്കുന്ന വിമലമായ വിജ്ഞാന നഭോമണ്ഡലത്തെ പ്രചരിപ്പിക്കാൻ കെൽപ്പുള്ള ആചാര്യന്മാരെ സൃഷ്ടിക്കുക. അതിനായി
മഹാശൈ ധരംപാൽ MDH വേദ റിസർച്ച് ഫൗണ്ടേഷൻ എന്ന വേദമഹാഗുരുകുലത്തെ ഒരുക്കുകയാണ് കോഴിക്കോട് കക്കോടിയിലെ ഒറ്റത്തെങ്ങ് ഗ്രാമത്തിൽ. ഭാരതത്തിൽ തന്നെ ഏറ്റവും അധികം ശമ്പളമുള്ള വ്യക്തിയായ മഹാശൈ ധരംപാൽ ഹട്ടി എന്ന മഹാത്മാവിന്റെ ദാനവീരതയിൽ ഉയർക്കൊള്ളുകയാണ് ഈ പുതിയ വൈദിക സർവകലാശാല. അൻപതിനായിരത്തിൽ പരം പുസ്തകങ്ങൾ അടങ്ങുന്ന ഡിജിറ്റൽ ലൈബ്രറി, സ്മാർട്ട് ക്ലാസ് റൂം തുടങ്ങി എല്ലാവിധ സൌകര്യങ്ങളുമുള്ള അതിമഹത്തായ സംരംഭം. സാഖ്യം, ന്യായം തുടങ്ങിയ 6 ദർശനങ്ങളിലൂന്നിയ പഠന പദ്ധതിയിൽ ക്രോസ് കൾച്ചറൽ ഇന്റർഫറൻസ്, ഇന്ത്യൻ സയൻസ് ആൻഡ് ടെക്നോളജി, ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി തുടങ്ങിയ വിഷയങ്ങളും നിത്യ നൈമിത്തിക ആചരണ പദ്ധതികളും എല്ലാം അടങ്ങുന്നു. 7 ദിവസം നീണ്ടു നിൽക്കുന്ന വൈദിക പഠന ശിബിരങ്ങളും ഇതോടൊപ്പം ആരംഭിക്കും. 300 പേർക്ക് താമസിക്കാൻ കഴിയുന്ന മുറികൾ, 3000 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന ഓഡിറ്റോറിയം, 500 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന അന്നക്ഷേത്രം, ഗോശാല, പരിപാവനമായ പത്മദളസ്ഥമായ യജ്ഞമണ്ഡപം എല്ലാം ചേർന്ന് നിൽക്കുന്ന ഈ പുണ്യഭൂമി ധ്യാനമഗ്നമായ ദിവ്യാനുഭൂതി പകരാൻ കെൽപ്പേകുമാറ് ഉയർന്നു നിൽക്കുന്നതാകട്ടെ, പൂനൂർ പുഴയുടെ ഓരം ചേർന്ന്. ഉപഹ്വരേ ഗിരീണാം സംഗഥേച്ഛ നദീനാം ധിയാവിപ്രോ അജായത. പർവ്വതങ്ങളുടെ ഗഹ്വരങ്ങളിലും നദീതീരങ്ങളിലും വിശേഷപ്രജ്ഞയുള്ള ഋഷിമാർ ജന്മമെടുക്കുന്നു. നിങ്ങൾ ഓരോരുത്തർക്കും സർവദാ സ്വാഗതം ഈ മഹാപ്രസ്ഥാനത്തിലേക്ക്. ഹിന്ദുധർമ്മത്തിന്റെ പൊരുളറിയാൻ, ജ്ഞാനരാശികളുടെ പ്രഭാപുഞ്ചത്തിൽ മുങ്ങിക്കുളിക്കുവാൻ ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു.